നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരിദ്ര്യരില്ലാത്ത കേരളം എന്ന വീമ്പ് പറഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. ആ പ്രഖ്യാപനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിൽ സുരക്ഷിതമായൊരു വീടില്ലാത്തതിനാൽ ഒരു കുരുന്നു ജീവൻ കൂടി ഇഴജന്തുക്കൾക്ക് ഇരയായി മാറിയിരിക്കുകയാണ്. ചിറയൻകീഴ് ആഴൂർ മൂലേക്ക വീട്ടിൽ ദിലീപിന്റെയും അനുവിന്റെയും മകൻ ദിൽഷന്റെ മരണം 8 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായം. കേവലം ഒരു പാമ്പുകടി മരണമല്ല, മറിച്ച് നമ്മുടെ ഭരണകൂടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സാമൂഹിക ദയനീയ അവസ്ഥയുടെ നേർക്കാഴ്ച കൂടിയാണ്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് നാടിനെ ഉലച്ച ആ ദാരുണ സംഭവം ഉണ്ടായത്. മാതാപിതാക്കൾക്കൊപ്പം തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദിൽഷന്റെ കാലിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. കുട്ടി അച്ഛനെയും അമ്മയെയും തട്ടി വിളിച്ചു. കാലിലെ പാടുകൾ കണ്ടപ്പോൾ തന്നെ പാമ്പുകടിയേറ്റതാണെന്ന് ദിലീപിന് മനസ്സിലായി. ഉടൻ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ആ പിഞ്ചു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വീടിനുള്ളിൽ ഒളിച്ചിരുന്ന മൂർഖൻ പാമ്പാണ് ദിൽഷനെ കൊന്നത്. അഴൂർ ക്ഷേത്രത്തിന് പിൻഭാഗത്തായി കാടുകയറി കിടക്കുന്ന പ്രദേശത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. വീടെന്ന് പറയാൻ ഒരു കെട്ടിടം പോലും ഇല്ലാത്ത അവസ്ഥ. പാതി പൊളിഞ്ഞ ഭിത്തികളും ഷീറ്റുകളും മറച്ചുകെട്ടിയ ഒരിടത്താണ് ദിലീപും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അമ്മയും സഹോദരിയും അടക്കം 6 പേർ കഴിയുന്നത്. തറ കെട്ടിയിട്ടില്ലാത്തതിനാൽ തന്നെ ഇഴജന്തുക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉള്ളിലേക്ക് കയറാവുന്ന സാഹചര്യം. മുറ്റത്ത് വെട്ടിയിട്ട മരത്തിന്റെ അരികിലൂടെയാണ് മൂർഖൻ പാമ്പ് ഉള്ളിലേക്ക് കടന്നത് എന്ന് കരുതുന്നു. കേരളം അതിദാരിദ്ര്യരല്ലാത്ത നാടായി മാറുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു മൂർഖൻ പാമ്പിൽ നിന്ന് സംരക്ഷണം നൽകാൻ പോലും പറ്റാത്ത, അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു ഭിത്തി പോലും ഇല്ലാത്ത ഈ വീട് ഒരു ചോദ്യചിഹ്നമാണ്. 2ാം ക്ലാസ്സുകാരനായ ദിൽഷനും അവന്റെ 3 വയസ്സുള്ള അനുജനും അത്രമേൽ അരക്ഷിതരമായ സാഹചര്യത്തിലാണ് അവിടെ വളർന്നു വന്നത്. അമ്മയുടെ അണയാത്ത കരച്ചിൽ ആ കൊച്ചുകൂരയ്ക്കുള്ളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ ആധുനിക കേരളം പടുത്തുയർത്തുന്ന വികസന ഗോപുരങ്ങൾ ഈ ദാരിദ്ര്യ കുടുംബത്തിന്റെ കണ്ണീരിൽ തട്ടി ഉടയുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ദിൽഷന്റെ വിടവാങ്ങൽ വെറുമൊരു വാർത്തയാകരുത്. സുരക്ഷിതമായ പാർപ്പിടമില്ലാത്ത സാധാരണക്കാരുടെ ദയനീയ അവസ്ഥയ്ക്ക് നേരെയുള്ള ഒരു തുറച്ചുനോട്ടം കൂടി ആകണം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവും ആരോപണം വരുന്നുണ്ട്. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബന്ധുക്കൾ എത്തുന്നത്. കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്നും ആന്റിവെനം നൽകാൻ വൈകിയതോ ആണ് കാരണമെന്നും കുട്ടിയുടെ പിതാവിന്റെ പരാതിയുണ്ട്. ബുധനാഴ്ച വൈകുന്നേരമാണ് വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പാമ്പുകടിയേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടും പ്രാഥമിക ചികിത്സ നൽകുന്നതിൽ വലിയ താമസം നേരിട്ടതായി കുടുംബം ആരോപിക്കുന്നു. കുട്ടിയുടെ നില വഷളായിട്ടും മതിയായ സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ആശുപത്രിയിൽ ആന്റിവെനം ലഭ്യമായിരുന്നിട്ടും അത് നൽകാൻ ഡോക്ടർമാർ മടിച്ചു നിന്നു. കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറയുന്നു. നില വഷളായതിനെ തുടർന്ന് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ കുടുംബത്തിന്റെ തീരുമാനം വരുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.